ദിനഹാകാലം പ്രത്യേകമായും ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാലഘട്ടമാണ്. പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ കാലഘട്ടം. ഇപ്രകാരം നമ്മൾ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി നമ്മളുടെ തിരുക്കുടുംബത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വസ്തുതയായി തിരുനാളിനെ കാണാവുന്നതാണ്. ഏവർക്കും ആഗതമാകുന്ന തിരുനാളിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ മംഗളങ്ങൾ സ്നേഹത്തോടെ നേർന്നുകൊള്ളട്ടെ. പരിശുദ്ധമായ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് എത്തുന്നതും വരുന്നതും പോകുന്നതുമൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ തിരുക്കുടുംബത്തെ വണങ്ങുന്നത്, തിരുക്കുടുംബത്തോട് മാധ്യസ്ഥം യാചിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റുത്തരമേ ഉള്ളൂ. സഭ വിശുദ്ധ ഔസേപിതാവിനോടും പരിശുദ്ധ അമ്മയോടും ഉണ്ണീശോയോടും കാണിക്കുന്ന ആ ഒരു വലിയ ഭക്തിയാണ്. എങ്ങനെയാണ് ഈ ഭക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആർജിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവരുടെ ജീവിതമാണ് അതിന് സാക്ഷ്യമായി മാറിയത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ദാമ്പത്തിക ജീവിതത്തിൻ്റെ വിശ്വസ്തത എങ്ങനെയാണോ ഭാര്യാഭർത്താക്കന്മാർ കാത്തു സൂക്ഷിക്കുന്നത്, അപ്രകാരം മാത്രമേ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. വ്യത്യസ്തമായ കുടുംബങ്ങളെ ഗ്രന്ഥകർത്താക്കന്മാർ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കുടുംബം കുരുക്ഷേത്ര കുടുംബമാണ്. ആധുനിക നൂറ്റാണ്ടിൽ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ എന്നും നമുക്ക് വാർത്തകളായി വരുന്നത് വെട്ടിക്കൊല്ലുന്നതിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും തടവിലാക്കപ്പെടുന്നതിൻ്റെയും ഒക്കെയും വാർത്തകളാണ്. അത്ര സുഖകരമല്ല അത് കേൾക്കുവാൻ. കുരുക്ഷേത്ര കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സ്വാർത്ഥതയുടെയും സുഖലോലുപതയുടെയും സൗഭാഗ്യങ്ങളുടെയും ഒക്കെ ആഡംബരഭ്രമത്തിൽ നമ്മൾ അങ്ങ് പോകുമ്പോൾ ദൈവം നമുക്കായി നൽകിയ സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ കുരുക്ഷേത്ര കുടുംബങ്ങളായി മാറുന്നത്. മറ്റൊരു കുടുംബത്തെ പറ്റി പറയുന്നത് റെസ്റ്റോറൻറ്റ് കുടുംബങ്ങളെന്നാണ്. റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കും. എന്നാൽ ആ ഓർഡർ ചെയ്തെടുക്കാൻ വരുന്ന ആളുടെ പേരോ നാളോ വീടോ സ്ഥലമോ ഒന്നും നമ്മൾ തിരക്കാറില്ല. റെസ്റ്റോറൻറ്റ് കുടുംബങ്ങളാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും പരസ്പരമുള്ള ബന്ധങ്ങൾക്ക് ഇന്ന് ആഴം വരുന്നില്ല. ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളായി മാറുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ കൊടുക്കൽ വാങ്ങലിൻ്റെ കുടുംബങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും പ്രായമായവരെ നോക്കാതെയും മറ്റുള്ളവരെ തിരസ്കരിച്ചുകൊണ്ടും ജീവിതം എങ്ങനെങ്കിലും കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും ഈ റെസ്റ്റോറൻറ്റ് കുടുംബങ്ങൾക്ക് ഉദാഹരണങ്ങളായി മാറാറുണ്ട്. മൂന്നാമതായിട്ട് ശ്മശാന കുടുംബങ്ങൾ. വലിയ ബംഗ്ലാവും ഒത്തിരിയേറെ മുറികളും ഒക്കെയുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഒരു മൂകതയാണ്. ശ്മശാനത്തിൻ്റെ പോലുള്ള ഒരു മൂകത. പരസ്പരം ആരും ആരെയും അറിയുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്മശാന കുടുംബങ്ങൾ പോലെയായി മാറും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സഭയും വിശുദ്ധ ഗ്രന്ഥവും കാണിച്ചു തരുന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗ്യമില്ല. വ്യക്തികൾ പരസ്പരം ആരാണ് വലുത് എന്ന് ആരാണ് ചെറുത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് അവിടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും ഉണ്ണീശോയും ചേർന്ന് നിൽക്കുകയാണ്. അതാണ് തിരുക്കുടുംബത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഔസേപിതാവിൻ്റെ നീതിബോധവും നിഷ്കളങ്ക മനോഭാവവും നിശബ്ദതയും നമ്മുടെ കുടുംബങ്ങളിലെ അപ്പന്മാർ സ്വായത്തമാക്കിയിരുന്നെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ എളിമയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയും പരിശുദ്ധ അമ്മയുടെ സഹായഭൂതിയുമൊക്കെയും നമ്മുടെ അമ്മമാര് സ്വായത്തമാക്കിയിരുന്നെങ്കിൽ, ഉണ്ണീശോയുടെ നൈർമല്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു വിധിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നിരുന്നെങ്കിൽ നമ്മളുടെയൊക്കെ കുടുംബങ്ങളും തിരുക്കുടുംബത്തിൻ്റെ പ്രതിച്ഛായയായി മാറിയേ.
ഈ തിരുനാൾ ആഘോഷം നടത്തുമ്പോൾ നമ്മൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്ന് തിരിച്ചറിയണം. കുരുക്ഷേത്ര കുടുംബമാണോ, റെസ്റ്റോറൻറ്റ് കുടുംബമാണോ, ശ്മശാന കുടുംബമാണോ, തിരുക്കുടുംബമാണോ? ഉടിയൂർക്കര നിവാസികൾ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണയിൽ വളരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ കുടുംബങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ പ്രതിച്ഛായയിലാണ് വളരേണ്ടത്. അതുകൊണ്ടാണല്ലോ സുവിശേഷം നമ്മൾ വായിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം ഭാരം കുറവും ചുമട് ലഘൂകരിക്കുന്നതുമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുടെയും പരാതികളുടെയും പരിഭവങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിതങ്ങളുടെയും ഒക്കെ ഈ നടുവിൽ തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി നമ്മുടെ മുമ്പിൽ കണ്ടുമുട്ടുന്നവരെ ദൈവത്തിൻ്റെ മുഖം കൊടുക്കുന്ന നല്ല പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിട്ട് മാറ്റിയെടുക്കുവാൻ സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മളൊക്കെയും ദൈവത്തിൻ്റെ മകനും മകളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ അംഗമായിരിക്കുന്നത്. ആ ഗാർഹിക സഭയായ കുടുംബത്തിലെ ഓരോ കുടുംബത്തിലെയും ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മുമ്പിൽ വരുന്നവരെ ദൈവത്തിൻ്റെ മുഖം കൊടുക്കുവാൻ, തിരുക്കുടുംബത്തിൻ്റെ പ്രതിച്ഛായകൾ നമ്മുടെ കുടുംബങ്ങളിൽ സംലഭ്യമാക്കി നമ്മുടെ അപ്പന്മാർ ഔസേപ്പ് പിതാവിനെ പോലെയും നമ്മുടെ അമ്മമാർ മാതാവിനെ പോലെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ണീശോയെ പോലെയും ജീവിക്കുവാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി ഈ തിരുനാൾ ആഘോഷങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.